ദ ഇൻ്റർവ്യൂ ബൈ ക്രിസ്റ്റഫർ സിൽവസ്റ്റർ. അപ്പോൾ ഇത് ദ പെൻഗ്വിൻ ബുക്ക് ഓഫ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഇൻവെൻറ്റ് ചെയ്തത് 130 ഇയേഴ്സിന് മുൻപാണ്. അപ്പോൾ അന്ന് മുതൽ അതിനെ 2 രീതിയിൽ നമുക്ക് കാണാം. കുറച്ച് ആൾക്കാർ പറയുന്നത് അതൊരു ഹയസ്റ്റ് ഫോം ഓഫ് ആർട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് ഫോം ഓഫ് ആർട്ടാണ്. മറ്റുള്ളവരുടെ വ്യൂ പോയിൻറ്റ്സിനെ കുറിച്ചും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു മെത്തേഡാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട ചില ആളുകൾ, ഫേമസ് ആയിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് അതൊരു എന്താ പറയുക, അവരെ വിക്ടിമാക്കുന്ന രീതിയിലുള്ളൊരു പ്രോസസ്സാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു അൺവാണ്ടഡ് ഇൻട്രൂഷൻ ഇൻ ടു ദെയർ ലൈഫ്. ഇൻട്രൂഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള ലൈഫിലേക്ക് നമ്മൾ കടന്നു കയറുന്നത്. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ഇൻ്റർവ്യൂ എന്നാണ് കുറേ ആൾക്കാർ അഭിപ്രായപ്പെടുന്നത്. ഒരു പേഴ്സൻ്റെ സോളിനെ സ്റ്റീൽ ചെയ്യുന്ന പോലത്തെ കാര്യമാണ് ഇൻ്റർവ്യൂ. നമ്മൾ ഇന്ന് നോക്കിയാലും നമുക്കറിയാം പല ഇൻ്റർവ്യൂസും നടക്കുന്നത് അവരുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് ചോദിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കൊണ്ടുള്ള ഓരോ ഇൻ്റർവ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ 2 രീതിയിലും ഇൻ്റർവ്യൂവിനെ നമുക്ക് പറയാമെന്നാണ് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. പിന്നെ ഓരോ ആളുകൾ ഇൻ്റർവ്യൂവിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന്. VS നൈപോൾ എന്ന് പറയുന്ന ഒരു റൈറ്റർ പറഞ്ഞത് എന്താ, ചില ആളുകൾ ഇൻ്റർവ്യൂ കാരണം വൂണ്ടഡ് ആവുന്നുണ്ടെന്ന്, മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ഒരു പാർട്ട് തന്നെ അവർക്ക് നഷ്ടപ്പെടുകയാണ് ഇൻ്റർവ്യൂവിലൂടെ. കാരണം അത്രമാത്രം പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അത് ഒരു ഒപ്പീനിയൻ. ലൂയിസ് കരോൾ എന്ന് പറഞ്ഞ ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ക്രിയേറ്റർ പറഞ്ഞത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആൾക്ക് ഇൻ്റർവ്യൂവറിനെ ഭയങ്കര പേടിയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഹൊറർ ഓഫ് ദ ഇൻ്റർവ്യൂവർ എന്നാണ് പറയുന്നത്. അത്രയും ഹൊറിഫിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇൻ്റർവ്യൂ. അയാൾ ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കൺസെൻറ്റും കൊടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറഞ്ഞ റൈറ്റർ, ആളുടെ ഒപ്പീനിയനാണ് പിന്നെ പറയുന്നത്. ആൾക്കും ഒരു കണ്ടംനേറ്ററി ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാത്ത ഒരു പുച്ഛമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇൻ്റർവ്യൂവിനോടുള്ളത്. അതിൻ്റെ കാരണം ഇത് തന്നെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആളുടെ വൈഫ് കരോലിൻ എന്ന് പറഞ്ഞ പെണ്ണ് ആളുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത് അവരുടെ ഡേ, ഇൻ്റർവ്യൂ ചെയ്ത ആ ഡേ 14 ഒക്ടോബർ 1892 വാസ് റെക്ഡ് ബൈ 2 റിപ്പോർട്ടേഴ്സ് ഫ്രം ബോസ്റ്റൺ. അതായത് 2 റിപ്പോർട്ടേഴ്സാണ് അവർ ഇൻ്റർവ്യൂ ചെയ്തത്. അവർ റെക്ഡ് എന്ന് വെച്ചാൽ നശിപ്പിച്ച, അവരുടെ ഡേ റൂയിൻ ചെയ്ത് ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇൻ്റർവ്യൂവിനെ പലരും എന്താ പറയുക, ഒരു നെഗറ്റീവ് ഇതിലാണ്, വ്യൂ പോയിന്റിലാണ് കാണുന്നത്. ഇൻ്റർവ്യൂ ഇമ്മോറൽ ആണെന്നാണ് റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഒക്കെ അഭിപ്രായം. ഒരു ക്രൈമാണ്, ആൾക്കെതിരെ നമ്മൾ ചെയ്യുന്ന ഒരു ക്രൈമായിട്ടാണ് ഇൻ്റർവ്യൂവിനെ അവരൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് HG വെൽസ് എന്ന് പറഞ്ഞ റൈറ്റർ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുന്നത് ദ ഇൻ്റർവ്യൂയിങ് ഓർഡീൽ എന്നാണ് ആ ഒരു എക്സ്പീരിയൻസിനെ പറയുന്നത്. ഇത് ഓർഡീൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും. നമ്മൾ ഈ തീയിൽ നടക്കുന്നതൊക്കെ ഒരു ഓർഡീലായിട്ട് പറയാറുണ്ട്. അത്രയും നമുക്കത് ചെയ്തേ പറ്റൂ, എന്നാൽ അതൊട്ടും എന്താ ഈസി അല്ലാത്ത ഒരു പരീക്ഷണത്തിനെയാണ് നമ്മൾ ഓർഡീൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമായിട്ടാണ് ഇൻ്റർവ്യൂവിനെ HG വെൽസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സോൾ ബെല്ലോ എന്ന് പറഞ്ഞ വേറൊരു റൈറ്ററിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ എന്ന പ്രോസസ്സ് ആളുടെ വിൻഡ് പൈപ്പ്, അതായത് നമ്മളുടെ ഓർഗനായിട്ടുള്ള വിൻഡ് പൈപ്പിലുള്ള തംബ് പ്രിൻസ് ആണ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അത്രയും ഒരാളുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന ഒരു സാധനമാണ് ഇൻ്റർവ്യൂ എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഇൻ്റർവ്യൂ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സുപ്രീംലി സർവീസബിൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഈ വർക്കിൽ പറയുന്നത്. വെച്ചാൽ അത്രയും ഒരാളുടെ എക്സ്പീരിയൻസസ് മറ്റൊരാൾക്ക് അറിയാൻ പറ്റുന്ന ഒരു നല്ല മാർഗമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു സുപ്രീം മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ആളുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ആളുടെ നല്ല ഇൻ്റർവ്യൂ ആണെങ്കിൽ, നല്ല പ്രൈവസിയിലേക്ക് കടന്നു കയറാതെയുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ നമുക്ക് ആളുടെ ലൈഫിനെ കുറിച്ച് അത്യാവശ്യം ആളുടെ ഐഡിയാസ് എന്താണ്, ആളുടെ എന്താ പറയുക അഡ്വാൻറ്റേജസ് എന്താണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇൻ്റർവ്യൂവിലൂടെയാണ് പറ്റുള്ളൂ. ഓക്കെ, ഒരാൾ മറ്റൊരാളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ആളെക്കുറിച്ച് അറിയാൻ പറ്റില്ല. പിന്നെ ആളൊരു ബുക്ക് എഴുതുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയൊന്നും എല്ലാവരും ചെയ്യില്ല. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു നല്ല ഫോം ഓഫ് ആർട്ടാണ്. ഓക്കെ, പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് പാർട്ട് 2 പറയുന്നത് ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്, റിയൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ സാമ്പിളാണ്
കൊടുത്തിട്ടുള്ളത്. അംബർട്ടോ എക്കോ എന്ന് പറയുന്ന ഒരു റൈറ്റർ, ആളെ മുകുന്ദ് എന്ന് പറയുന്ന ഒരു ദ ഹിന്ദുവിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് ആളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്കോ എന്ന് പറയുന്ന ആള് പല ജേണേഴ്സ് എഴുതിയിട്ടുള്ള ആളാണ്. ആള് ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, അതേപോലെ അക്കാഡമിക് ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്, എസ്സേസ് എഴുതിയിട്ടുണ്ട്, സെമിയോട്ടിക്സ്, അതായത് നമ്മൾ ഈ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന SIGNS ആ സയൻസിനെ പറ്റി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പല പല ഫീൽഡിൽ ഇയാൾ എഴുതിയിട്ടുണ്ട്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു വൈഡ് റേഞ്ചിൽ ഉള്ള ഒരു റൈറ്ററാണ് അംബർട്ടോ എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ആളെയാണ് നമ്മളുടെ മുകുന്ദ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ നെയിം ഓഫ് ദ റോസ്. അത് 10 മില്യൺ, മോർ ദാൻ 10 മില്യൺ കോപ്പീസ് സോൾഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ മുകുന്ദിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ എക്കോ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വേറൊരാൾ അഭിപ്രായപ്പെട്ട ആ ഒരു സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടാണ് ആൾ തുടങ്ങുന്നത്. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ വൺ മാൻ ക്യാൻ ഡു ഓൾ ദ തിങ്സ് എക്കോ ഡസ്. അതായത് എക്കോ ചെയ്യുന്ന പോലെ ഇത്രയധികം ഫീൽഡിൽ എഴുതാൻ ഒരാൾക്ക് എങ്ങനെ പറ്റും എന്നുള്ളത് വേറെ ആരോ ചോദിച്ചിട്ടുണ്ട്, ഒരു നോവലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇവിടെ പറഞ്ഞുകൊണ്ടാണ് മുകുന്ദ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്കോൻ്റെ റിപ്ലൈ ഇങ്ങനെയാണ്. കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും ഞാൻ പല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന്, പക്ഷെ ഞാനെല്ലാം ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അയാൾ വീണ്ടും പറയുകയാണ്, എനിക്ക് കുറച്ച് ഫിലോസഫിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വർക്കിലും അതേ കൺസെപ്റ്റ് തന്നെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ചിൽഡ്രൻസ് റൈറ്റിങ്ങിലായാലും അക്കാഡമിക് റൈറ്റിങ്ങിലായാലും വേറെ ആർട്ടിക്കിളോ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളോ ഏത് ഫീൽഡ് എടുത്താലും ഞാൻ എൻ്റെ സെയിം ഇൻട്രസ്റ്റ്, സെയിം കൺസെപ്റ്റ്സ് തന്നെ പല രീതിയിൽ പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ആൾ പറയുന്നത്. പിന്നെ പറയുന്നത്, ഞാനിങ്ങനെ എംപ്റ്റി സ്പേസസ്, ലൈഫിൽ നമുക്ക് എല്ലാവർക്കും കുറേ എംപ്റ്റി സ്പേസ് ഉണ്ടാവും. നമ്മൾ ഒരു ഓട്ടോയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റിൽ പോകുന്ന സമയത്തോ നമ്മൾ ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ എംപ്റ്റി സ്പേസസ് ആണ്, അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിനാൾ വിളിക്കുന്ന പേര് ഇൻ്റർസ്റ്റൈസസ് എന്നാണ്, നമ്മളുടെ എക്കോ വിളിക്കുന്ന പേര്. അങ്ങനെയുള്ള ഇൻ്റർസ്റ്റൈസസിൽ ഇയാൾ ഓരോ പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും. ആൾ പറയുന്നത്, നിങ്ങൾ എലവേറ്ററിൽ പോയി വരുന്ന സമയം കൊണ്ട് നിങ്ങളൊന്നും ചെയ്യില്ല, പക്ഷെ ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാകും അത്രയും നേരം കൊണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നതെന്നാണ് ആൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത്, പിന്നത്തെ മുകുന്ദിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇയാളുടെ റൈറ്റിങ്സിനെല്ലാം ഇപ്പം ഈവൻ നോവലല്ലാതെ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള റൈറ്റിങ്ങോ അല്ലെങ്കിൽ എസ്സേകളോ അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിങ്ങോ ഒക്കെ എടുത്താലും ഇയാളുടെ റൈറ്റിങ്ങിനൊരു പ്ലേഫുൾ നേച്ചർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നല്ല ഒരു നെറേഷനാണ് ഇയാൾക്കുള്ളത്. ബോറിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈ നെറേഷൻ അല്ല എക്കോയുടെ റൈറ്റിങ്ങിനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്തതാണോ അതോ നിങ്ങൾക്ക് നാച്ചുറലി അങ്ങനെ തന്നെയാണോ എഴുത്ത് വരുള്ളൂ എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്കോൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത്, ഇയാൾ ഫസ്റ്റ് PhD എടുക്കുന്ന സമയത്ത് ഡിസർട്ടേഷൻ വെക്കുമ്പോൾ അതിലുള്ളൊരു പ്രൊഫസർ പറഞ്ഞു, നിൻ്റെ ഈ ഒരു നേച്ചർ, അതായത് സ്റ്റോറി പോലെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്ന ഈ ഒരു രീതി, റെപ്രസെൻറ്റേഷൻ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആൾ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഒരു സ്റ്റോറി രൂപത്തിലേക്ക് എഴുതാൻ തുടങ്ങിയത്. അക്കാഡമിക് റൈറ്റിംഗ് ആയാലും ബോറിംഗ് ആക്കാതെ സ്റ്റോറി പോലെ എഴുതുന്നു, നെറേറ്റീവ് രീതിയിൽ എഴുതാൻ തുടങ്ങിയത്. ഈവൻ ഇയാളുടെ ഈ ഒരു റൈറ്റിംഗ് കണ്ടിട്ട് റൊളാൻഡ് ബാർത്സ് എന്ന് പറഞ്ഞൊരു എസ്സേയിസ്റ്റ് ഉണ്ട്, അയാൾക്ക് ഫ്രസ്ട്രേഷൻ ആയി എന്നാണ് പറയണത്. അയാൾക്ക് ഇയാളെപ്പോലെ സ്റ്റോറി മോഡലിൽ എസ്സേ എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇയാൾ ദ നെയിം ഓഫ് ദ റോസ് എന്ന് പറഞ്ഞ നോവലിൻ്റെ പേരിലാണ് ഇയാൾ ഫേമസ് ആയിട്ടുള്ളത് ബാക്കി എന്തിനേക്കാളും. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ നോവലിനേക്കാളും കൂടുതൽ എന്താ പറയുക ഈ സെമിയോട്ടിക്സിനെ പറ്റിയിട്ടും ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങൾ അക്കാഡമിക് റൈറ്റിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ അറിയപ്പെടുന്നത് നോവലിസ്റ്റ് എന്ന രൂപത്തിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എക്കോ പറയുന്നത്, ആ വിഷമമുണ്ട്, കാരണം ഞാനൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, ഞാൻ സൺഡേസിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു നേരം പോക്കിന് പോലെയാണ് നോവൽസ് എഴുതുന്നത്. ഐ ഓൺലി റൈറ്റ് നോവൽസ് ഓൺ സൺഡേസ് എന്ന് പറയുന്നുണ്ട്. ഞാനൊരു അക്കാഡമിക് റൈറ്ററാണ്, അക്കാഡമിക് കോൺഫറൻസസിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ അക്കാഡമിക് കമ്മ്യൂണിറ്റീൻ്റെ ആളായിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നോവലിസ്റ്റ് എന്ന രീതിനേക്കാളും എന്ന് ആൾ പറഞ്ഞു. പക്ഷെ ആൾ തന്നെ വീണ്ടും തിരുത്തി പറയുന്നത്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് നോവൽസിലൂടെയാണ്, അപ്പം അങ്ങനെ അറിയപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
മുകുന്ദ് ചോദിക്കുന്നത്, ദ നെയിം ഓഫ് ദ റോസ് എന്ന് പറയുന്ന ഈ നോവൽ ഭയങ്കര സീരിയസ് ആണ്. അതിനകത്ത് ഒരുപാട് സബ്ജക്റ്റ് വരുന്നുണ്ട്, മെറ്റാഫിസിക്സ്, തിയോളജി, മിഡീവൽ ഹിസ്റ്ററി എന്നിരുന്നിട്ടും അത് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തി. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയോ, ഇങ്ങനെ ഒരു റീച്ച് അതിന് കിട്ടിയപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്കോ പറയുന്നത്, ഇല്ല, അത് നിങ്ങളുടെ ചിന്തയാണ്. ടഫായിട്ടുള്ള സാധനങ്ങൾ ആളുകൾ വായിക്കില്ല എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ജേർണലിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു, ഒരു പസിൽഡായി ഇത്രയും റീച്ച് ഇങ്ങനെ ഒരു നോവലിന് കിട്ടുക എന്ന് പറയുമ്പോൾ. പക്ഷെ ആള് പറയുന്നത് ആളുകൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള റീഡിങ് ഇഷ്ടമാണെന്നാണ് എക്കോ പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, ഈ നോവലിന്റെ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത്, ദ നെയിം ഓഫ് ദ റോസ് എന്ന് പറയുന്ന നോവലിന്റെ സക്സസ് അതിനകത്ത് മിഡീവൽ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ മുകുന്ദ് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ എന്നിരുന്നാലും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നോവലിന്റെ സക്സസ് എന്ന് പറയുന്നത് മിസ്റ്ററിയാണ്. അത് ഏത് സമയത്ത് എഴുതിയാലും ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പോൾ സക്സസ് ആവാതിരിക്കാം. ഇപ്പം ഇയാളുടെ ഈ നോവല് തന്നെ പബ്ലിഷർ പറഞ്ഞു, എനിക്ക് 3000 കോപ്പീസ് മതി, കാരണം ആരും വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അതിൽ കൂടുതൽ ഒരുപാട് മില്യൺ കണക്കിന് കോപ്പീസ് വിറ്റ് പോയതാണ് എൻ്റെ നോവൽ. അപ്പോൾ അതൊക്കെ ഒരു മിസ്റ്ററിയാണ്, സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത്. അത്രയും പറഞ്ഞിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നിർത്തുന്നത്.